ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കവടിയാറാണ് കേട്ടോ. അപ്പോൾ കവടിയാറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കവടിയാറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ. ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂട്ടുകാരെ, കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ കവടിയാറ് കേട്ടോ. ഇത് കിഴക്കേക്കോട്ട വരെ നീളുന്ന രാജവീതിയുടെ തുടക്ക സ്ഥലമാണ്. വെള്ളയമ്പലം, പേരൂർക്കട എന്നീ സ്ഥലങ്ങൾക്കിടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കവടിയാർ കൊട്ടാരം എന്ന പ്രധാന കെട്ടിടം കവടിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വില കൂടിയ അപ്പാർട്ട്മെൻറ്റുകൾ നിന്നിരുന്ന സ്ഥലമാണിത്. കവടിയാർ മുതൽ വെള്ളയമ്പലം വരെയുള്ള റോഡ് വളരെ നന്നായി പരിപാലിച്ചു പോരുന്നു. കവടിയാറിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡുകൾ ഇവയൊക്കെയാണ് കേട്ടോ. നമ്മളെ പേരൂർക്കട, കവല വഴി തെന്മലയ്ക്ക് പോകുന്ന റോഡ്, അമ്പലമുക്ക് വഴി പോകുന്നത്, പിന്നെ പട്ടം, കവല വഴി പട്ടത്തിന് പോകുന്ന നമ്മുടെ റോഡ് കുറവൻകോണം വഴിയാണ് അത് പോകുന്നത് കേട്ടോ. പിന്നെ PMG TTC റോഡ്, ഇങ്ങനെയുള്ളതെല്ലാം അതുവഴിയാണ് പോകുന്നത്. നമ്മുടെ ഈ കവടിയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കവടിയാർ കൊട്ടാരം, രാജ്ഭവൻ, ക്രൈസ്റ്റ് നഗർ സ്കൂള്, ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്, നമ്മുടെ ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബ്ബ്, പിന്നെ നർമ്മ ഭവൻ ഹയർ സെക്കൻഡറി സ്കൂള്, സാൽവേഷൻ ആർമി കോംപ്ലക്സ്, സാൽവേഷൻ ആർമി സ്കൂള്, SI ക്യൂൻസിയെ പോയിൻ്റ് അപ്പാർട്ട്മെൻറ്റുകൾ, ഹീര അപ്പാർട്ട്മെൻറ്റ്സ്, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയൊക്കെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സ്കൂളിൻ്റെ തന്നെ ഇവിടുത്തെ തന്നെ സ്കൂളിൻ്റെ, കവടിയാർ സ്കൂളിൻ്റെ തന്നെ അവർ കുട്ടികൾ ചെയ്തതാണ്. നമ്മുടെ SMV ഗവൺമെൻറ് മോഡൽ HSSലെ NSS കുട്ടികൾ അവർ ചെയ്തതാണ് കേട്ടോ ഈ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ, പെയിൻറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോഴിവിടെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടെയാണ് കവടിയാർ. അപ്പോൾ കവടിയാർ ഇത് കൂടാതെ തന്നെ ഒരു റെഡ് അലാമുണ്ട്. റെഡ് അലാം നമ്മുടെ ഇത് നിങ്ങൾ കാണുന്നത് റെഡ് അലാമാണ്. അതുകൂടാതെ നമ്മളെ വിവേകാനന്ദൻ്റെ പേരിലുള്ള ഒരു വിശ്രമ കേന്ദ്രം അവിടെ ഉണ്ട് കേട്ടോ. ഈ റെഡ് അലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡീസിനൊക്കെ നൈറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് അവിടെ നമ്മളത് അതിനൊരു സ്വിച്ചുണ്ടോ, സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് പോലീസ് ഉടനെ അവിടെ എത്തും എന്നുള്ളതുണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലൈൻറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ വിവേകാനന്ദ നമ്മുടെ ഈ വിശ്രമ കേന്ദ്രം അത് ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇത് തന്നെയാണ്, പാർക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ എപ്പോഴെങ്കിലും ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇപ്പം നിന്നപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ബ്ലോക്കിനിടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണേ നമ്മുടെ പുതിയ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.